ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതുവരെ കണ്ടതിൽ വെച്ച് വ്യത്യസ്തമായ ഒരു ഡ്രാമയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഒരു ഫോഴ്സ്ഡ് ലവ് സ്റ്റോറിയെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിന്റെയും ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡ്രാമയിലേക്ക് പോകാം. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു കൊച്ചു പയ്യനെ കാണിക്കുന്നുണ്ട്. അവനാണ് നമ്മുടെ ഡ്രാമയിലെ ഹീറോ. ഹീറോയെ കുറച്ച് കുട്ടികൾ ചേർന്ന് ബുള്ളി ചെയ്യാൻ ഒരുങ്ങുമ്പോൾ കുട്ടി ഹീറോയിനാവട്ടെ അവരുടെ നേർക്ക് വന്നിട്ട് ഈ പയ്യനെ ഇനിയും ഉപദ്രവിക്കാനാണ് ഭാവമെങ്കിൽ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞ് അവരെ അവിടെ നിന്ന് വിരട്ടി ഓടിക്കുന്നുണ്ട്. ഹീറോയ്ക്ക് ആവട്ടെ അവളെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ വല്ലാത്തൊരു ഇഷ്ടം അവളോട് തോന്നുന്നുണ്ട്. അതിനുശേഷം കുട്ടി ഹീറോയ്ക്കാവട്ടെ അവളെ കൈ കൊടുക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ കയ്യിൽ പിടിച്ചെഴുന്നേറ്റ് അവളോട് നന്ദിയും പറയുന്നുണ്ട്. കുട്ടി ഹീറോ അവളോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഫാമിലി ആയിട്ട് ആരുമില്ല, നീ എന്റെ ഫാമിലി ആയിട്ട് ഇരിക്കാമോ എന്ന്. അവൾ അതിന് യെസ്സും പറയുന്നുണ്ട്. ശരിക്കും ഹീറോ ഒരു അനാഥനാണ്. ഈ സമയത്ത് ഹീറോയിന്റെ അമ്മ എവിടേക്ക് വരുന്നുണ്ട്. ഹീറോയിന്റെ അമ്മയും അതുപോലെ അച്ഛനും അവളും കൂടി ഈ സിറ്റിയൊക്കെ കാണാൻ വന്നിരിക്കുകയായിരുന്നു. ഹീറോയിന്റെ അമ്മ ഈ സമയത്ത് അവളുടെ അടുത്തേക്ക് വരുന്നത് കൊണ്ട് തന്നെ അവള് പറയുന്നുണ്ട്, നമുക്ക് ഹീറോയെ ദത്തെടുത്താലോ, പാവം അവൻ ആരുമില്ല എന്ന്. ഹീറോയിന്റെ അമ്മയും അതിന് ഓക്കെ പറയുന്നുണ്ട്. എന്നാൽ ചില പ്രശ്നങ്ങൾ കാരണം അവർക്ക് ഹീറോയെ അഡോപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ ഹീറോയിൻ ആവട്ടെ അവിടം വിട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് ആവട്ടെ ഹീറോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മണിയുടെ ചെയിൻ അവൾക്ക് കൊടുത്തിട്ട് തീർച്ചയായും അവളുടെ അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞ് വാക്കു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഹീറോയിനും അവളുടെ പേരൻസിനൊപ്പം അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് 15 വർഷങ്ങൾക്ക് ശേഷമുള്ള ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഈ സ്വപ്നം കണ്ടിട്ടാണ് ഹീറോയിൻ എഴുന്നേക്കുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടതെന്ന് അവള് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ കോളിംഗ് ബെല്ല് അടിക്കുന്ന സൗണ്ട് കേട്ടിട്ട് അവള് നേരെ ചെന്ന് കതവ് തുറന്ന് നോക്കുമ്പോൾ ഹീറോ ആണ് അവിടെ ഉണ്ടായിരുന്നത്. അവൻ ഒരുപാട് വളർന്നു പോയത് കൊണ്ട് തന്നെ ഹീറോയിൻ അവനെ മനസ്സിലാവുന്നില്ലായിരുന്നു. എന്നാൽ ഹീറോ അവളെ കണ്ടതും വല്ലാതെ സന്തോഷപ്പെടുന്നുണ്ടായിരുന്നു. അവന്റെ കൂടെ ഒരു ലേഡി ഉണ്ടായിരുന്നു. ഈ സമയത്ത് അവളുടെ അച്ഛൻ അവളുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഈ പെൺകുട്ടിയെ ഞാൻ രണ്ടാമത് വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും ഇത് അവരുടെ മകനാണെന്നും പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇനി മുതൽ ഹീറോയിൻ അവന്റെ ചേച്ചിയാണെന്നുള്ള രീതിയിൽ ഹീറോയ്ക്കും അവളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ശരിക്കും ഹീറോ ഒരു അനാഥനാണെന്നല്ലേ പറഞ്ഞത്. ഇപ്പോൾ അവൻ എവിടുന്ന ഒരു അമ്മയുണ്ടായെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ഹീറോയുടെ സെറ്റപ്പ് ആയിരുന്നു. അവന്റെ അമ്മയായിട്ട് നടിക്കാൻ വേണ്ടി ബാറിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയോട് കാശ് കൊടുത്ത് നടിക്കാനായി അവൻ ആവശ്യപ്പെടുന്നുണ്ട്. $1 മില്യൺ പ്രതിഫലമായി നൽകാമെന്ന് പറയുന്നത് കൊണ്ട് തന്നെ ആ സ്ത്രീ ഹീറോയിന്റെ അച്ഛനോട് അടുപ്പം നിലനിർത്തി അയാളെ വിവാഹം കഴിക്കുന്നത് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നുണ്ട്. ഇതെല്ലാം ഹീറോയിനുമായി അടുക്കാൻ വേണ്ടിയിട്ട് അവൻ തന്നെ ചെയ്തു വെച്ചിരിക്കുന്ന പദ്ധതികളായിരുന്നു. പിന്നീട് അവരെല്ലാം കൂടി ഡിന്നർ കഴിക്കാനിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിന്റെ അച്ഛന്റെ മുഖത്തെ സന്തോഷം കണ്ട് അവൾക്കും വല്ലാതെ സന്തോഷമാവുന്നുണ്ട്. കാരണം അവളുടെ അച്ഛൻ അമ്മയുടെ മരണശേഷം എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കാണ് നോക്കി നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇരുവരെയും വീട്ടിൽ താമസിപ്പിക്കാൻ ഹീറോയിൻ സമ്മതിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ ആവട്ടെ അവളുടെ നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവള് ഉത്തരവൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. ഹീറോ ആവട്ടെ മനഃപൂർവ്വം തന്നെ ചോപ്സ്റ്റിക്ക് താഴേക്കിട്ട് അവളുടെ സ്കേർട്ടിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട്, നീ എനിക്ക് മാത്രം സ്വന്തമാണെന്നുള്ള രീതിയിൽ എന്തോ മനസ്സിലുറപ്പിച്ച പോലെ തന്നെ അവൻ പറയുന്നുണ്ട്. രാത്രി ആയപ്പോഴേക്കും ഹീറോ ആവട്ടെ അവന്റെ കറക്റ്റ് രൂപത്തിൽ തന്നെ ഹീറോയിന്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. അവൾ ഉറങ്ങുന്നത് കണ്ടിട്ട് അവൻ ചിരിച്ചുകൊണ്ട് തന്നെ അവന്റെ മാജിക് സ്പെൽ ഉപയോഗിച്ച് അവളുടെ സ്വപ്നത്തിലേക്ക് കടക്കുന്നുണ്ട്. സ്വപ്നത്തിലെ ഹീറോയിനാവട്ടെ അവളുടെ ശരീരത്തിൽ അസ്വസ്ഥത അനുഭവപ്പെടുന്ന പോലെ തോന്നുന്നുണ്ട്. ഈ സമയത്ത് ആരോ അവളെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. പക്ഷെ അവന്റെ ഫേസ് ഹീറോയിന് കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവള് അവനോട് ചോദിക്കുന്നുണ്ട്, നീ ആരാണെന്ന്. അവനാവട്ടെ ഫ്യൂച്ചർ ഹസ്ബൻഡ് ആണെന്നും പറഞ്ഞ് അവളെ കിസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇന്റിമേറ്റ് ആയി അവളോട് ഇരിക്കുന്നുമുണ്ട്. ഹീറോ ആവട്ടെ അവന്റെ മനസ്സിൽ നീ എന്റേതാണെന്നും എന്റെ കുഞ്ഞിന്റെ അമ്മ നീ മാത്രമായിരിക്കുമെന്നും പറയുന്നുണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത് ഹീറോയിൻ രാവിലെ എഴുന്നേൽക്കുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. എന്താ ഇങ്ങനെ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള സ്വപ്നം കണ്ടേ എന്ന് അവൾ അതിശയത്തോടെ ആലോചിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ എനിക്ക് യഥാർത്ഥത്തിൽ നടന്ന പോലെ തോന്നുന്നല്ലോ. അങ്ങനെയൊന്നും ആയിരിക്കില്ല, വെറും ഒരു സ്വപ്നം മാത്രമായിരിക്കും അതെന്ന് കരുതിക്കൊണ്ട് അവൾ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. എന്നാൽ അവൾ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ബെഡിൽ ബ്ലഡ് ഉണ്ടായിരുന്നു. പക്ഷെ അവൾ അത് നോട്ട് ചെയ്യുന്നില്ല. അതുമാത്രമല്ല, അവൾക്ക് ബോഡിയിൽ നല്ലപോലെ തന്നെ പെയിൻ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. എന്താണ് അവളുടെ ശരീരത്തിൽ സംഭവിക്കുന്നതെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. ഹീറോയിനവിടെ അതൊക്കെ കളഞ്ഞിട്ട് കുളിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ അവളെ കുളിച്ചിട്ട് വരുന്ന വഴിക്ക് ഹീറോ അവളുടെ മുറിയിലേക്ക് കയറി വരുന്നു. ഹീറോ ആവട്ടെ അവളെ കണ്ണെടുക്കാനും നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അവൾക്കാണെങ്കിൽ അവൻ എങ്ങനെ നോക്കുന്നത് കൊണ്ട് തന്നെ അൺകംഫോർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നു. അവൾ അവനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ മുറിയുടെ അടുത്ത് നീ എന്ത് ചെയ്യുകയാണെന്ന്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അവൾക്ക് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അത് കഴിക്കാൻ വിളിക്കാൻ വന്നതാണെന്ന്. അങ്ങനെ ഹീറോയിനോട്ടെ ഓക്കെ അത് കഴിക്കാമെന്ന് പറഞ്ഞ് അവിടെ വന്ന് ഫുഡ് കഴിക്കാനിരിക്കുന്ന സമയത്ത് ഹീറോയിനാവട്ടെ അവളുടെ സഹോദരൻ എന്നുള്ള രീതിയിൽ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവനെ ഇങ്ങനെ ക്ലോസിൽ കണ്ടപ്പോൾ അവന്റെ ലിപ്സും ഇയറും ഒക്കെ കഴിഞ്ഞ ദിവസം സ്വപ്നത്തിൽ കണ്ട പയ്യനെ പോലെയാണെന്ന് കണ്ടിട്ട് അവൾ പരിഭ്രാന്തിയോടെ എഴുന്നേൽക്കുമ്പോൾ ആ സോപ്പ് കുറച്ച് അവന്റെ ദേഹത്തേക്ക് വീഴുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവളൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് അത് തുടച്ചു കൊടുക്കാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും ഹീറോ അവളുടെ കയ്യിൽ പിടിച്ച് അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയുടെ ശരീരത്തിൽ ഒരു ബട്ടർഫ്ലൈ സിമ്പിൾ കാണുന്നുണ്ട്. എന്നാൽ അടുത്ത ഞൊടിയിൽ തന്നെ അത് അപ്രത്യക്ഷമായി പോകുന്നുമുണ്ട്. ആ സിമ്പിൾ പെട്ടെന്ന് മറഞ്ഞു പോയത് കൊണ്ട് തന്നെ അവൾ ഇതൊക്കെ ഒരു ഇല്യൂഷൻ ആണെന്ന് മനസ്സിൽ കരുതുന്നുണ്ട്. അതിനുശേഷം ഹീറോ ആവട്ടെ അവളുടെ കൈ പിടിച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോയിന്റെ ബോയ് ഫ്രണ്ട് അവിടേക്ക് കയറി വരുന്നുണ്ട്. അവന്റെ പേര് സോങ് എന്നാണ്. രണ്ടുപേരും ഇങ്ങനെ ക്ലോസ് ആയി നിൽക്കുന്നത് കണ്ട് തെറ്റിദ്ധരിച്ച സോങ് ആവട്ടെ ഹീറോയെ അടിക്കുന്നുണ്ട്.
ആരാടാ നീ ഈ വീട്ടിൽ എന്ത് ചെയ്യാണെന്ന് അവൻ ചോദിക്കുമ്പോൾ ഹീറോയിൻ ഇതെന്റെ സഹോദരനാണെന്ന് പറയുമ്പോൾ സോങ് അവന്റെ ഷട്ടിൽ നിന്ന് കൈ പിടിക്കുന്നുണ്ട്. എന്നാൽ ഹീറോ ആവട്ടെ അവന്റെ കൈ പിടിച്ചു വെച്ചിട്ട് ഹീറോയിൻ എന്റെയാണെന്നും ഞങ്ങൾ രണ്ടുപേരുടെ ഇടയിലേക്ക് വരരുതെന്നും അവനോട് പറയുന്നുണ്ട്. സോങ്ങിനാവട്ടെ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. ഈ സമയത്ത് ഹീറോ ആവട്ടെ ഇവ എന്നെ നല്ലപോലെ അടിച്ചിരിക്കുകയാണ്, എനിക്ക് നല്ലപോലെ വേദനിക്കുന്നുണ്ടെന്ന് ഹീറോയിനോട് പറയുന്നുണ്ട്. ഹീറോയിനാവട്ടെ ഹീറോയുടെ മുൻപിലേക്ക് കയറി എന്നിട്ട് സോങ്ങിനോട് പറയുന്നുണ്ട്, നീ ജലസ് ആവേണ്ട കാര്യമൊന്നുമില്ല, എന്റെ അച്ഛൻ ഒരു ലേഡിയെ വിവാഹം കഴിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് തന്നെ ഇവൻ എന്റെ സ്റ്റെപ്പ് ബ്രദർ ആവാൻ പോവുകയാണ്, ഇവനോട് ക്ഷമ ഇപ്പോൾ തന്നെ പറയണമെന്ന് അവൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ സോങ് ആവട്ടെ ഹീറോയുടെ ഇന്റൻഷൻ ശരിയല്ല എന്ന് ഹീറോയിന്റെ അടുത്ത് പറയുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ ആവട്ടെ വീണ്ടും ദേഷ്യപ്പെട്ടിട്ട് അവനോട് സോറി പറയാൻ പറയുന്നുണ്ട്. ഈ സമയത്ത് അവനോട് സോറി പറയാം, പക്ഷേ നമ്മളുടെ 3rd ഇയർ ആനിവേഴ്സറി വരാൻ പോവുകയല്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾക്കിടയിൽ വഴക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയിനെ ചേർത്ത് പിടിച്ചിട്ട് ഹീറോയ്ക്ക് ജലസാവാൻ വേണ്ടിയിട്ട് സോങ് പറയുന്നുണ്ട്. അവൾക്ക് വേണ്ടിയിട്ട് വലിയൊരു റെസ്റ്റോറന്റിലെ ടേബിള് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന്. ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കരമായി ദേഷ്യം വരുന്നുണ്ട്. അവൻ ദേഷ്യം വന്നിട്ട് മാജിക് ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന ഗ്ലാസ് താഴെയിട്ട് പൊട്ടിക്കുന്നുണ്ട്. ഹീറോയിൻ ഈ സമയത്ത് ആലോചിക്കുന്നുണ്ട്, ഞാനിത് നീക്കി അകത്തേക്ക് വെച്ചാണല്ലോ, പിന്നെ എങ്ങനെ ഇത് താഴെ വീണ് പൊട്ടുന്നേ എന്ന്. ഹീറോ ആവട്ടെ അത് തന്റെ കൈതട്ടി വീണയാണെന്ന് അവളോട് പറഞ്ഞതിന് ശേഷം സോങ്ങിന് ഒരു ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ട് നിങ്ങളുടെ പാൻസ് ഒക്കെ നനഞ്ഞല്ലോ, ഇതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാൻ അവനോട് പറയുന്നുണ്ട്. അങ്ങനെ സോങ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോകുമ്പോൾ ഹീറോയിനും അവന്റെ കൂടെ പോകുന്നുണ്ട്. അവളുടെ റൂമിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും അവള് അവനോട് പറയുന്നുണ്ട്. ഈ സമയത്ത് അവൻ അവിടെ അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് പറയുന്നുണ്ട്, സോറി, നിനക്കെന്നോട് ഭയങ്കര ദേഷ്യമാണെന്നുള്ള കാര്യം എനിക്കറിയാം, 3ാമത്തെ ആനിവേഴ്സറിയുടെന്ന് നമ്മൾ ശരിക്കും ഒന്നാവുമല്ലേ, നിനക്ക് ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ ആവട്ടെ ചെറിയ നാണത്തോടെ തന്നെ ചിരിച്ചിട്ട് പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞ് അവനെ അകത്തേക്ക് തള്ളിവിടുന്നു. ഇതൊക്കെ കേട്ടിട്ട് ഹീറോയ്ക്ക് അവന്റെ ദേഷ്യം അടക്കാനായില്ല. അവൻ ഉടനടി തന്നെ അവന്റെ ആയുധമായ ഫ്ലൂട്ട് എടുത്ത് വായിക്കാനൊരുങ്ങുന്നു. ഒരു ജൈന്റ് സൈസിലെ അവന്റെ പെറ്റായിട്ടുള്ള പൈതൺ അവിടേക്ക് വരുന്നുണ്ട്. ഈ സൗണ്ട് ഹീറോയിനും കേൾക്കുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ അവള് നേരെ ഹീറോയുടെ മുറിയിലേക്ക് പോകുന്നുണ്ട്. ഹീറോ ആവട്ടെ അവന്റെ പൈതന്റെ അടുത്ത് നിന്റെ ജോലി പെട്ടെന്ന് തന്നെ തീർത്തിട്ട് വാ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ ഈ സമയത്ത് കഥവ് തുറന്നു നോക്കുമ്പോൾ പാമ്പ് അവിടെ നിന്ന് ഇതിനോടകം പോയി കഴിഞ്ഞിരുന്നു. ഹീറോയിനാവട്ടെ ഹീറോ എടുത്ത് അവന്റെ ബോയ് ഫ്രണ്ട് ചെയ്ത പ്രവൃത്തിക്ക് സോറി പറയുന്നുണ്ട്. അവൻ വളരെ നല്ലവനാണെന്നും പറയുന്നുണ്ട്. ആഹാ, അങ്ങനെയാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട്. അവള് പിന്നാലെ പോയി ഭിത്തിയിൽ തലയിടിക്കാൻ പോയ സമയത്ത് ഹീറോ ആവട്ടെ അവന്റെ കൈ കൊണ്ട് തടുക്കുന്നുണ്ട്. അതിനുശേഷം ഹീറോ പറയുന്നുണ്ട്, നിന്റെ ബോയ് ഫ്രണ്ട് നല്ലവനായി തന്നെ ഇരിക്കട്ടെ, അവന്റെ കയ്യിൽ വീടിന്റെ വേറെ ചാവിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, ആ ഞാൻ തന്നെയാണ് കൊടുത്തത്, അവൻ എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് എന്ന് അവള് പറയുന്നുണ്ട്. ഹീറോ പറയുന്നുണ്ട്, വീടിന്റെ കീ ഉടനടി തന്നെ അവന്റെ കയ്യിൽ നിന്ന് മേടിച്ചോളൂ, ഇനി മുതൽ താൻ ഈ വീട്ടിൽ എപ്പോഴും കാണുമെന്ന്. പിന്നീട് സോങ്ങിനെ കാണിക്കുന്നുണ്ട്. അവൻ ഹീറോയെ കുറിച്ച് മോശമായ കാര്യങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. സമയത്ത് തന്നെ ഹീറോയുടെ പെറ്റ് പൈതൺ അവിടെ വരുന്നുണ്ട്. അത് കണ്ട് അവന് അലറാൻ പോലും സാധിച്ചില്ല, കാരണം അവൻ അത്രത്തോളം പേടിച്ചു പോയിരുന്നു. അങ്ങനെ ആ പൈതൺ അവന്റെ മുഖാമുഖം വരുമ്പോൾ അവൻ അലറിക്കൊണ്ട് കതവ് തുറക്കാൻ നോക്കുമ്പോൾ ഹീറോയിനാവട്ടെ കതവ് പുറത്തു നിന്നാണ് ലോക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് ഡോർ ഓപ്പൺ ചെയ്യാൻ സാധിച്ചില്ല. അവനിങ്ങനെ അലറി വലിക്കുന്നത് കേട്ടിട്ട് അവർ ഇരുവരും അവിടെ ചെന്ന് അവൻ എന്തു പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ ഡോർ തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല, കാരണം ഹീറോ മാജിക് ഉപയോഗിച്ച് അത് ലോക്കാക്കി വെച്ചിരിക്കുകയാണ്. എങ്ങനെയും ഒന്ന് രക്ഷിക്കുന്നവൻ പറയുന്നിട്ട് ഹീറോയിനാവട്ടെ എന്തെങ്കിലും എടുത്ത് ആ ഡോർ തല്ലി പൊളിക്കാമെന്ന് വിചാരിച്ച് പോകാനിരിക്കുമ്പോൾ ഹീറോ അവളെ തടഞ്ഞിട്ട് ഞാൻ തന്നെ അത് തുറന്നു തരാമെന്ന് പറഞ്ഞ് ഒറ്റ ചവിട്ടിന് കതവ് തുറക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ അവനോട് എന്ത് സംഭവിച്ചു എന്ന് തിരക്കുമ്പോൾ അവനാവട്ടെ മുറിക്കകത്ത് ഒരു വലിയ പൈതൺ ഉണ്ടെന്ന് പറയുന്നു. അവളാവട്ടെ അവിടെയൊക്കെ പോയി നോക്കുമ്പോൾ അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവളങ്ങനെ സോങ്ങിനോട് അവിടെ ഒന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് ഹീറോ ആവട്ടെ അകത്ത് നിന്ന് ഒരു ടോയ് പാമ്പിനെ എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങൾ ഇതിനെ കണ്ടിട്ടായിരിക്കാം പേടിച്ചേ എന്ന് അവനോട് പറയുന്നുണ്ട്. പക്ഷേ സോങ് വീണ്ടും അവളോട് പറയുന്നുണ്ട്, ഞാനൊരു വലിയ പൈതൺ പാമ്പിനെ ഈ മുറിയിൽ കണ്ടയാണെന്ന്. അവൾക്കാണെങ്കിൽ അത് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവള് പറയുന്നുണ്ട്, നീ ടെൻഷൻ ആവണ്ട, വീട്ടിൽ പോയി കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്, നമ്മൾ ഇരുവരുടെ ആനിവേഴ്സറിയും വരാൻ പോകുകയില്ലേ, നമ്മൾക്കന്ന് മീറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ഹീറോയ്ക്ക് വല്ലാതെ പൊസസീവ്നെസ് തോന്നുന്നുണ്ട്. അന്നത്തെ രാത്രിയിലും ഹീറോ ഒരു സ്പെല്ല് ഉപയോഗിച്ച് അവളുടെ സ്വപ്നത്തിലേക്ക് പോകുന്നുണ്ട്. ഹീറോയിന്റെ ഡ്രസ്സിന്റെ കെട്ടൊക്കെ അവൻ അഴിക്കുന്നുണ്ട്. ഈ സമയത്ത് സ്വപ്നത്തിൽ കണ്ണുകൾ തുറന്ന ഹീറോയിൻ വീണ്ടും അവനോട് ചോദിക്കുന്നുണ്ട്, നീ ആരാണെന്ന്. നീ എന്റെ മാത്രമാണെന്ന് പറഞ്ഞ് അവളെ കിസ് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെന്നും പറഞ്ഞ് അവള് മുഖം തിരിക്കുന്നുണ്ട്. പക്ഷെ ദേഷ്യം വന്ന ഹീറോ ആവട്ടെ ബലം പ്രയോഗിച്ച് അവളുടെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ചിട്ട് നീ എന്റേത് മാത്രമാണ്, നിന്റെ ബോയ് ഫ്രണ്ടിനെ ജീവനോടെ വേണമെങ്കിൽ അവനെ ബ്രേക്കപ്പ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവളെ ബലം പ്രയോഗിച്ച് കിസ് ചെയ്യുന്നു. പക്ഷെ ഈ സമയത്ത് ഹീറോയിന്റെ കൈയുടെ അടുത്തേക്ക് ഒരു ചെറിയ പാമ്പ് വരുന്നത് പോലെ അവൾക്ക് തോന്നുന്നുണ്ട്. അവള് പെട്ടെന്ന് തന്നെ ഭയത്തോടെ സ്വപ്നത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. വെറും ഒരു സ്വപ്നം മാത്രമാണ് അതെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്. എന്നാൽ ഗ്ലാസ് വെക്കാൻ നേരം അവളുടെ കയ്യിൽ ഒരു പാമ്പിന്റെ രൂപം കാണുന്നു. ടൈമിൽ അവള് വീണ്ടും അലറി വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ അവളുടെ മുറിയിലേക്ക് കയറി വരുന്നുണ്ട്. ഹീറോയെ കണ്ട ഹീറോയിനാവട്ടെ സ്വപ്നത്തിൽ കണ്ട യുവാവിനെ പോലെ തന്നെ അവനെ തോന്നിക്കുന്നുണ്ട്. പക്ഷെ അടുത്ത നിമിഷത്തിൽ തന്നെ ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, ഇതൊക്കെ വെറും തന്റെ തോന്നലായിരിക്കുമെന്ന് പറയുന്നുണ്ട് അവൾ. ഹീറോ ആവട്ടെ അവളോട് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു ദുസ്വപ്നം കണ്ടു, അതുകൊണ്ട് പേടിച്ചാണെന്ന് അവൾ പറയുന്നുണ്ട്. അവനവിടെ വേണമെങ്കിൽ അവളോടൊപ്പം ഇരിക്കാമെന്ന്
പറയുന്നുണ്ടെങ്കിലും അവൾ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകാനിരുമ്പോൾ സ്ലിപ്പായി വീഴാൻ തുടങ്ങുന്നു. എന്നാൽ ഹീറോ ഈ സമയത്ത് അവളെ പിടിക്കുന്നുണ്ട്. അപ്പോൾ അവർ വളരെ ക്ലോസ് ആയിരിക്കുന്നുണ്ട്. ഈ സമയത്ത് അവൾക്കൊരു ഡിഫറെന്റ് ആയിട്ടുള്ള സ്മെല്ല് അവനിൽ നിന്ന് അടിക്കുന്നുണ്ട്. അവളുടെ സ്വപ്നത്തിൽ വരുന്ന പേഴ്സന്റെ ദേഹത്തും ഇതേ സ്മെല്ലാണെന്നല്ലോ എന്ന് അവൾ ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ അവന്റെ അടുത്തേക്ക് പോയി സ്മെല്ല് ചെയ്ത് നോക്കുന്നുണ്ട്. ഈ സമയത്ത് അവളുടെ കൈ പിടിച്ചിട്ട് നിനക്ക് എന്നെ ഇഷ്ടമായോ എന്ന് അവളുടെ അടുത്ത് അവൻ ചോദിക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ അവനെ തള്ളി വിട്ടിട്ട് അങ്ങനെയൊന്നുമില്ല, നീ എന്റെ സ്റ്റെപ്പ് ബ്രദറാണ്, അത് ഓർമ്മയുണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിറ്റേ ദിവസം ഹീറോയിനാവട്ടെ അവളുടെ വർക്ക് പ്ലേസിലായിരുന്നു. ഈ സമയത്ത് അവളുടെ ഫ്രണ്ട് വന്നിട്ട് എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത് എന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. കുറച്ച് നാളുകൾക്കായിട്ട് എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല, വിചിത്രമായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ കാണുക. അതുമാത്രമല്ല എന്റെ വീട്ടില് എന്റെ മുറിയില് ബോയ് ഫ്രണ്ട് ഒരു വലിയ പൈത്തണെ കണ്ടു എന്ന് പറയുന്നു. അതുമാത്രമല്ല സ്വപ്നത്തിൽ ഒരു പയ്യൻ വന്ന് എന്നോട് ഇന്റിമേറ്റ് ആയി പെരുമാറാൻ ശ്രമിക്കുകയും നീ എന്റേത് മാത്രമാണെന്നും സോങ്ങുമായി ബ്രേക്കപ്പ് ആയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവനെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞെന്നും ഫ്രണ്ടിനോട് അവൾ പറയുന്നുണ്ട്. ഉണ്ടാവട്ടെ ഇതൊന്നും വിശ്വസിക്കാത്ത മട്ടിൽ ചിരിക്കുന്നുണ്ട്. എന്നാൽ അവൾ പറയുന്നുണ്ട് എനിക്കിതെല്ലാം റിയൽ ആയിട്ടാണ് തോന്നുന്നത്, കണ്ടോ ആ പാമ്പിന്റെ സിമ്പൽ പോലും എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ഫ്രണ്ടിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് അത് നോക്കിയിട്ട് പറയുന്നുണ്ട് എന്റെ സ്റ്റെപ്പ് ബ്രദർ വീട്ടിലില്ലേ, അവൻ നിന്നെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാവാം. ഇതൊക്കെ ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിച്ച് വിഷമിച്ചു ഇരിക്കാതെ 2 ദിവസം കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ ആനിവേഴ്സറി അല്ലേ വരുന്നത്, അത് ബോയ് ഫ്രണ്ടിനോടൊപ്പം ഇരുന്ന് നന്നായി എൻജോയ് ചെയ്യുന്ന ഫ്രണ്ട് അവളോട് പറയുന്നുണ്ട്. അത് മാത്രമല്ല അന്നത്തെ ദിവസം രണ്ടുപേരും ഒന്നായി ഇരിക്കണം, അതിനുശേഷം ഇതുപോലുള്ള സ്വപ്നങ്ങളൊന്നും അവൾക്ക് വരില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഹീറോയിനാവട്ടെ അവരുടെ ആനിവേഴ്സറിക്ക് ഇടാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് നോക്കുന്നുണ്ട്. ഏതിടണമെന്ന് കൺഫ്യൂഷനിലാണ് അവൾ നിൽക്കുന്നത്. ഈ ടൈമിൽ ഹീറോ അങ്ങോട്ടേക്ക് വന്നിട്ട് വൈറ്റ് ഇടാതായിരിക്കും നിനക്ക് നന്നായി ചേരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് നീ ഇവിടെ എന്ത് ചെയ്യുകയാ, നിനക്ക് കോളേജിൽ പോണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, ഇന്ന് ക്ലാസ് നേരത്തെ കഴിഞ്ഞു, അതുകൊണ്ട് തന്നെയാണ് നേരത്തെ വീട്ടിലേക്ക് വന്നതെന്ന് അവൻ പറയുന്നുണ്ട്. ഹീറോയിൻ അവിടെ ആ ഡ്രസ്സൊക്കെ ധരിച്ച് അവന്റെ മുൻപിലേക്ക് വരുന്നുണ്ട്. അവൻ പറഞ്ഞ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്ന ഹീറോയിനെ ആവട്ടെ അവൻ കണ്ണെടുക്കാതെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ അവനോട് ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെയുണ്ടെന്ന്. നല്ല ഭംഗിയുണ്ട്, ഇന്നെന്തത്ര സ്പെഷ്യാലിറ്റി ഇങ്ങനെ ഭംഗിയായി ഒരുങ്ങാനെന്ന് ഹീറോ ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് ആക്ച്വലി ഇന്ന് ഞങ്ങളുടെ 3rd ഇയർ ലവ് ആനിവേഴ്സറി, നീ ഡിന്നർ കഴിച്ചിട്ട് കിടന്നോ, ഇന്ന് രാത്രി ഞാൻ വീട്ടിലേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇത് കേട്ട ഹീറോയ്ക്ക് ഭയങ്കരമായ ദേഷ്യം വരുന്നുണ്ട്. ഇന്ന് നിങ്ങൾ രണ്ടുപേരും ഒന്നായി ഇരിക്കാനും അവനെ നിന്നെ ഒന്ന് തൊടാൻ പോലും ഞാൻ അനുവദിക്കില്ല എന്ന് അവൻ മനസ്സിൽ പറയുന്നുണ്ട്. ഹീറോയിനാവട്ടെ ഈ സമയത്ത് അവളുടെ ബോയ് ഫ്രണ്ടിനോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോങ്ങിന്റെ അടുത്ത് ഇന്ന് രാത്രി അവൾ അവനെ സ്വന്തമാവുമെന്ന് അവൾ പറയുന്നുണ്ട്. ഇത് കേട്ട സോങ് വല്ലാതെ ഹാപ്പി ആവുന്നുണ്ട്. അവളുടെ അടുത്ത് ചെന്നിട്ട് അവളെ ഹഗ് ചെയ്തിട്ട് ഇപ്പോഴെങ്കിലും നീ എന്നെ അക്സെപ്റ്റ് ചെയ്തല്ലോ എന്ന് അവൻ സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ ഒരു ബട്ടർഫ്ലൈയെ അവരുടെ അടുത്തേക്ക് പറഞ്ഞുവിട്ട് അവരുടെ സംഭാഷണങ്ങളെല്ലാം ഇതിനോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ഹീറോ ആവട്ടെ അവന് ചാവണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ടെന്നല്ലോ, അവന്റെ കാര്യം ഞാൻ തന്നെ തീർത്തോളാമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കൈകൾ ദേഷ്യത്തോടെ ഞെരിക്കുന്നു. അങ്ങനെ രണ്ടുപേരും റൂമിലേക്ക് എത്തുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ രണ്ടുപേരും പതറി നിൽക്കുന്ന സമയത്ത് സോങ് ആവട്ടെ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ് ഹീറോയിന്റെ ഫോർഹെഡിൽ ഒരു കിസ്സും കൊടുത്തിട്ട് ഫ്രഷ് ആവാൻ അവിടെ നിന്ന് പോകുന്നു. ഈ സമയത്ത് ഹീറോ ആവട്ടെ അവന്റെ മാജിക് ഉപയോഗിച്ച് ഹീറോയിനെ ഉറക്കിയതിനു ശേഷം അവളുടെ സ്വപ്നത്തിലേക്ക് കടന്നുകൂടുന്നുണ്ട്. അവനാവട്ടെ അവളുടെ അടുത്ത് വന്ന് അവളെ നെക്കിലെ കിസ് ചെയ്യാൻ നേരം അവള് ഉണർന്നവനെ തള്ളി വിട്ടിട്ട് നീ എന്താ ഈ ചെയ്യുന്നേന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. ഞാൻ നിന്നോട് നേരത്തെ തന്നെ പറഞ്ഞതാണ് നിന്റെ ബോയ് ഫ്രണ്ടുമായിട്ട് ബ്രേക്കപ്പ് ആവാൻ, എന്നിട്ട് നീ അവനുമായിട്ട് തന്നെ ഈ റൂമിലേക്ക് വന്നിരിക്കുകയാണോ, നീ എന്റേത് മാത്രമാണെന്ന് അവളെ എടുത്തു പിടിച്ചുകൊണ്ട് അവൻ പറയുന്നുണ്ട്. ഈ ടൈമിൽ അവള് പറയുന്നുണ്ട് നീ എന്റെ വെറുമൊരു സ്വപ്നം മാത്രമാണ്, ഞാൻ എന്റെ ബോയ് ഫ്രണ്ടിനെ വിവാഹം കഴിക്കാൻ പോവുകയാണ്, അതിനുശേഷം ഞങ്ങൾ ഒന്നായിരിക്കും, പിന്നീട് നീ എന്റെ സ്വപ്നത്തിൽ വരാൻ പോലും പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് അവന്റെ ചെസ്റ്റിലുള്ള ബട്ടർഫ്ലൈ സിംബില് അവള് വീണ്ടും നോട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവൾ അവനോട് പോകാനായി ആവശ്യപ്പെടുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ വീണ്ടും പറയുന്നുണ്ട് ഞാൻ പറയുന്നത് കേൾക്കാതെ ബോയ് ഫ്രണ്ടിനോടൊപ്പം ഇരിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ തീർച്ചയായും നിനക്ക് അതിനുള്ള ശിക്ഷ ലഭിക്കും, പക്ഷേ അത് നിനക്കല്ല നിന്റെ ബോയ് ഫ്രണ്ടിന് ആയിരിക്കുമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അവള് പേടിയോടെ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നുണ്ട്. ഇതൊന്നും ഒരു സത്യമല്ല, വെറുമൊരു സ്വപ്നമാണെന്ന് പറഞ്ഞ് അവൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുന്നു. കുളി കഴിഞ്ഞ് വന്ന സോങ് ആവട്ടെ എന്തുകൊണ്ടാണ് അവൾ ഇത്ര ഭയപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. സോങ് അവളെ കിസ് ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത് ഇവിടുത്തെ ഡോറെല്ലാം പെട്ടെന്ന് ഓപ്പൺ ആയി, അതുപോലെ പെയിന്റിങ്സ് ഒക്കെ താഴേക്ക് വീഴുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ സോങ്ങും അതുപോലെ തന്നെ ഹീറോയിനും പരിഭ്രാന്തിയോടെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഹീറോയും അതുപോലെ പെയിന്റ് പൈതണും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഹീറോ ആവട്ടെ അവന്റെ യഥാർത്ഥ രൂപത്തിൽ തന്നെയാണ് അങ്ങോട്ടേക്ക് വരുന്നത്. ഹീറോയിനാവട്ടെ അവന്റെ കഴുത്തിലെ ബട്ടർഫ്ലൈ ടാറ്റു കണ്ടതും നീയല്ലേ എന്റെ സ്വപ്നത്തിൽ വരുന്ന ആളെന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. സോങ് ആവട്ടെ അന്ന് റൂമിൽ കണ്ട അതേ പൈത്തൻ തന്നെയാണ് ഇതെന്ന് പറഞ്ഞ് വല്ലാതെ ഭയപ്പെടുന്നുണ്ടായിരുന്നു. ഹീറോ ആവട്ടെ അവന് നേരെ സോങ്ങിന്റെ അടുത്തേക്ക് അയക്കുന്നുണ്ട്. അവനാവട്ടെ അത് കണ്ട് ഭയന്ന് മയങ്ങി വീഴുന്നുണ്ട്. ഹീറോയിനും ഈ ജൈന്റ് സൈസിലുള്ള പൈത്തണെ കണ്ടതുകൊണ്ട് തന്നെ മയങ്ങി വീഴുന്നുണ്ട്. കണ്ട ഹീറോ ആവട്ടെ പരിഭ്രാന്തയോടെ തന്നെ അവളെ എഴുന്നേൽപ്പിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്.
അത് മാത്രമല്ല ഇനി മേലാലും ഹീറോയിന്റെ മുമ്പിലേക്ക് വരരുതെന്ന് പറഞ്ഞ് അവന്റെ പെറ്റായ പൈതണെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുമുണ്ട്. അതിനുശേഷം അവനാവട്ടെ ഹീറോയിനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ഹീറോ ആവട്ടെ ഹോസ്പിറ്റലിൽ ഇരുന്ന് ഹീറോയിനെ നന്നായി തന്നെ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ഹീറോയുടെ അസിസ്റ്റന്റ് വന്നിട്ട് ഒരു ആക്സിഡന്റ് എന്ന് പറയുന്നുണ്ട്. ഹീറോയ്ക്ക് അവിടെ നിന്ന് പോയേ പറ്റുള്ളൂ എന്നൊരു കണ്ടീഷൻ വന്നതുകൊണ്ട് തന്നെ ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ വളരെയധികം ഭയന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അവളുടെ അടുത്ത് അവളുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഈ സമയം ഫ്രണ്ടിനെ കാണുമ്പോൾ ഹീറോയിന് കുറച്ച് സമാധാനമാവുന്നുണ്ട്. ഫ്രണ്ട് അവളുടെ കൂടെ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് പേടിച്ചു പോയി, 3 ദിവസങ്ങൾക്ക് ശേഷമാ നീ കണ്ണ് തുറക്കുന്നേ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ഹീറോയിൻ വല്ലാതെ ഷോക്കായിട്ട് പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ ഒരു കാര്യവും ഓർമ്മയില്ല. ലാസ്റ്റ് ആയിട്ട് ഞാൻ സ്വപ്നത്തിൽ കാണുന്ന ആ പയ്യനെ കണ്ടു, അത്ര മാത്രമേ ഓർമ്മയുള്ളൂ, ബാക്കിയൊക്കെ ബ്ലാങ്ക് ആണെന്ന് പറയുന്നുണ്ട്. ഫ്രണ്ട് അവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്തെങ്കിലും കാര്യം എൻ്റെ അടുത്ത് മറക്കുന്നുണ്ടോ എന്ന്. എനിക്ക് നിന്നോട് മറയ്ക്കാൻ എന്താ, ഞാൻ നിന്നോട് ഒരു കാര്യവും ഇതുവരെ മറച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഫ്രണ്ട് പറയുന്നു, നീ നിന്റെ ബോയ് ഫ്രണ്ടിനോടൊപ്പം ഫിസിക്കൽ റിലേഷനിൽ ഇരുന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഒരു പ്രാവശ്യം പോലും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെ നീ കൺസീവ് ആവുന്നതിന് ചോദിച്ചൊരു റിപ്പോർട്ട് എടുത്ത് ഹീറോയിനെ അവൾ കാണിക്കുന്നുണ്ട്. റിപ്പോർട്ട് കണ്ട ഹീറോയിൻ വല്ലാതെ സ്തബ്ധയാവുന്നുണ്ട്. കാരണം അവൾ ഇതുവരെ ആരുടെ കൂടെയും ഫിസിക്കലായി ഇരുന്നിട്ടില്ല. അപ്പോഴാണ് സ്വപ്നത്തിലെ ആ യുവാവ് അവളുടെ കൂടെ അടുത്തിടപഴകിയ കാര്യം അവൾ ഓർത്തെടുക്കുന്നത്. അപ്പോൾ അതൊന്നും ഒരു സ്വപ്നമല്ല, യാഥാർത്ഥ്യമായിരുന്നോ എന്ന് അവൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ സമയത്ത് അവളുടെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ പോസിബിൾ ആവും, അതൊരു സ്വപ്നമല്ലേ എന്ന്. ഈ സമയത്ത് സോങ് അവളെ കാണാനായി വരുന്നുണ്ട്. അങ്ങനെ അവരെ രണ്ടുപേരും അന്യോന്യം കണ്ട് സന്തോഷപ്പെടുന്നുണ്ട്. അവിടേക്ക് സോങ്ങിന്റെ അമ്മയും വരുന്നുണ്ട്. സോങ്ങിന്റെ അമ്മയ്ക്കാണെങ്കിൽ തീരെ ഹീറോയിനെ ഇഷ്ടമല്ലായിരുന്നു. കാരണം അവരുടെ സ്റ്റാൻഡേർഡിന് ചേർന്നവളല്ല എന്നൊരു ചിന്ത ഹീറോയിനെ കുറിച്ച് അവർക്കുണ്ടായിരുന്നു. അവരവട്ടെ അവരുടെ മോൻ ഹോസ്പിറ്റലൈസ്ഡ് ആയതിന് കാരണം ഹീറോയിൻ ആണെന്ന് പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. സോങ് ആവട്ടെ അവൾ കാരണമല്ല, അവളുടെ ഭാഗത്തൊരു തെറ്റുമില്ല എന്ന് പറഞ്ഞ് അമ്മയെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. വീണ്ടും അവർ ഇങ്ങനെ വിമർശിക്കുന്നത് കേട്ടിട്ട് അവൾ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ മകന്റെ എതിരാളിയൊന്നുമല്ല, ഗേൾഫ്രണ്ട് ആണെന്ന്. ഇത് കേട്ട് അവന്റെ അമ്മ ദേഷ്യത്തോടെ കൈയൂങ്ങുന്നു. അവരുടെ ഈ പ്രവൃത്തിയിൽ അതിർത്തി തോന്നിയ ഹീറോയിൻ ആവട്ടെ, ഞാനൊരു പാവപ്പെട്ട ഫാമിലിയിൽ നിന്നായിരിക്കും വന്നിരിക്കുന്നത്, പക്ഷേ ഞാനും റെസ്പെക്ട് ഡിസേർവ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് സോങ് ആവട്ടെ അവളുടെ പിന്നിലിരിക്കുന്ന റിപ്പോർട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അതെടുത്ത് നോക്കുന്നുമുണ്ട്. അവനാവട്ടെ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. അവൻ അവളോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് രണ്ടുപേർക്കിടയിലൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, 3 വർഷമായി നമ്മൾ പ്രണയത്തിലാണ്, 6 വർഷമായിട്ട് നിനക്ക് എന്നെ അറിയുകയും ചെയ്യാം, പിന്നെ എങ്ങനെ ഇത് പോസിബിൾ ആവുമെന്ന് അവളുടെ അടുത്ത് അവൻ ചോദിക്കുന്നുണ്ട്. ഹീറോയിൻ അവിടെ എങ്ങനെ ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. സ്വപ്നത്തിലൊരു യുവാവ് വന്നിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ തീർച്ചയായും അവൾക്ക് ഭ്രാന്താണെന്ന് എല്ലാവരും പറയും. ഹീറോയിൻ അവിടെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഈ സമയത്ത് അവന്റെ അമ്മ അവിടെ ഇത് തന്നെയാണ് അവസരം, അവരുടെ മകന്റെ ജീവിതത്തിൽ നിന്ന് അവളെ പുറത്താക്കണമെന്ന് കരുതിക്കൊണ്ട് തന്നെ അവളെ മോശമായി സംസാരിക്കുന്നു. നിന്റെ ലെവലിന് പറ്റിയ കാര്യം തന്നെയാണ് നീ ചെയ്തിരിക്കുന്നത്, കാശിന് വേണ്ടിയല്ലേ ചെയ്തതെന്ന് ചോദിച്ച് അവന്റെ അമ്മ അവളെ അടിക്കുന്നുണ്ട്. ഈ സമയത്ത് അവളുടെ ഫ്രണ്ട് വന്ന് തടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ സ്ത്രീ വളരെയധികം ദേഷ്യത്തോടെ തന്റെ മകനെ ചതിച്ചതിനുള്ള ഫലം എന്താണെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവളെ കട്ടിലിൽ നിന്നെടുത്ത് നിലത്തേക്ക് ഇറക്കിയതിനു ശേഷം ബോഡി ഗാർഡ്സിനെ കൊണ്ട് നിലത്തേക്ക് മുട്ടൂത്തിച്ചിരുത്തുന്നു. എന്റെ അമ്മ എന്താ ഈ ചെയ്യുന്നതെന്ന് നോക്ക്, നീ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞ് അവള് സോങ്ങിനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അവനൊരു സൈഡിൽ മാറി നിന്ന് ഈ കാഴ്ചകളൊക്കെ കാണുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ത്രീ വീണ്ടും അവളെ അടിക്കാൻ തുടങ്ങിയ സമയം കൊണ്ട് ഹീറോ അവിടേക്ക് വന്ന് ബോഡി ഗാർഡ്സിനെയൊക്കെ ചവിട്ടി വീഴ്ത്തുന്നുണ്ട്. അതിനുശേഷം ഹീറോയിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ നീ ആരാടാ എന്ന് ചോദിച്ചുകൊണ്ട് സോങ്ങിന്റെ അമ്മ അവനോട് കൈ ചൂണ്ടി സംസാരിക്കുന്നുണ്ട്. അവനവട്ടെ ആ കൈ പിടിച്ച് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓ, അപ്പോൾ ആ കുട്ടി നിന്റെയാണോ, നിങ്ങൾ തമ്മിൽ അഫെയർ ഉണ്ടോ എന്നൊക്കെ സോങ്ങിന്റെ അമ്മ അവനോട് ചോദിക്കുന്നുണ്ട്. ഹീറോയിൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന വിവരം കേട്ടിട്ട് ഹീറോയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഈ ടൈമിൽ ഹീറോയിൻ മുമ്പോട്ട് വന്നിട്ട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ റിപ്പോർട്ട് തെറ്റാണെന്നും എന്റെ ഹോർമോൺസിന് ചില കുഴപ്പങ്ങളുണ്ട്, ചിലപ്പോൾ അത് ഹൈ ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു തെറ്റായ റിസൾട്ട് വന്നേന്നും അവൾ പറയുന്നുണ്ട്. എനിക്ക് ഒരു അവസരം കൂടി തരണമെന്ന് അവൾ ആവശ്യപ്പെടുന്നുണ്ട്. സോങ്ങിന്റെ അമ്മ അവൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും സോങ് അവൾക്ക് അനുകൂലമായി സംസാരിക്കുന്നുണ്ട്. ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യാമെന്ന് അവനും പറയുന്നുണ്ട്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം വീണ്ടും റിപ്പോർട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് അവളോട് സോറി പറയുന്നുണ്ട് ഡോക്ടർ, അത് തെറ്റായിട്ടുള്ള റിപ്പോർട്ട് ആയിരുന്നു എന്നും ശരിക്കും നിങ്ങളെ പ്രഗ്നന്റ് അല്ല എന്ന് പറഞ്ഞ റിപ്പോർട്ട് അവൾക്ക് കൈമാറുന്നുണ്ട്. ഇത് കേട്ട സോങ് ആവട്ടെ ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിലും അവൾ അവനോട് വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ എന്തിനാ നീ എൻ്റെ അടുത്തേക്ക് വരുന്നത്, നിന്റെ അമ്മ എന്നോട് കാണിച്ചതൊക്കെ കണ്ടിട്ടും നിന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നില്ലേ ഞാൻ, നീ ഒന്ന് പ്രതികരിച്ച പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ അവനെ വഴക്കു പറയുന്നുണ്ട്. ഞാൻ അവളെ തൊടാൻ ശ്രമിച്ചിട്ട് പോലും അവൾ കൈ തട്ടി മാറ്റുന്നുണ്ട്, എന്നെ തൊടണ്ട എന്ന് പറഞ്ഞിട്ട്. ഈ സമയത്ത് അവൻ പറയുന്നുണ്ട്, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു, നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഇതൊക്കെ കണ്ട ഹീറോ ആവട്ടെ വല്ലാതെ സന്തോഷപ്പെടുന്നുണ്ട്. അടുത്ത സീനിൽ ഹീറോ ആവട്ടെ അവന്റെ പെറ്റായ പൈതണൊപ്പം ഇരിക്കുമായിരുന്നു. ഈ സമയത്ത് ബോഡി ഗാർഡ്സിനെ കൊണ്ട് ഹീറോ സോങ്ങിന്റെ അമ്മയെ അങ്ങോട്ടേക്ക് വരുത്തിക്കുന്നുണ്ട്. ഹീറോയെ മുന്നിൽ കണ്ട അവരെ ആവട്ടെ നിനക്ക് ഞാൻ ആരാണെന്ന് അറിയത്തില്ല, എന്റെ പവർ എന്താണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ് അഹങ്കാരത്തോടെ സംസാരിക്കുന്നുണ്ട്.
അവിടെ ഈ സമയത്ത് ബോഡി ഗാർഡ്സിനോട് അവരെ അടിക്കുന്നുള്ള രീതിയിൽ ആംഗ്യം കാണിക്കുന്നുണ്ട്. അതിനുശേഷം അവരുടെ കൈ ചവിട്ടി നെരിക്കുന്നുണ്ട്. എന്റെ പെണ്ണിനെ ഈ കൈ കൊണ്ടല്ലേ നിങ്ങൾ അടിച്ചേ എന്ന് ചോദിച്ചുകൊണ്ട്. അതിനുശേഷം ഹീറോ ആവട്ടെ അവരുടെ ഹസ്ബൻഡിനെ ഫോണിൽ വിളിച്ച് അവരോട് സംസാരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഈ സമയത്ത് ഭർത്താവ് പറയുന്നുണ്ട്, നീ ആരുടെ കൂടെ പ്രശ്നം ഉണ്ടാക്കിയെന്ന് എനിക്കറിയില്ല, പക്ഷെ ആ പ്രശ്നം ഉടനടി സോൾവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാം തകർന്നടിയുമെന്ന് തന്നെ അയാൾ പറയുന്നു. ഇപ്പോഴാണ് സോങ്ങിന്റെ അമ്മയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഹീറോ ഒരു സാധാരണക്കാരനല്ല, അവൻ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ജനറായിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ സോങ്ങിന്റെ അമ്മ അവനോട് ക്ഷമ ചോദിക്കുകയും അവളെ അടിച്ചതിന് പകരമായി സ്വന്തമായി അവരുടെ ദേഹത്ത് അടിയേൽപ്പിക്കുന്നുമുണ്ട്. ടൈമിൽ ഹീറോ പറയുന്നുണ്ട്, ഓക്കെ ഇത് മതി, ഇനി നിങ്ങളുടെ ഫാമിലിയും അതുപോലെ തന്നെ കമ്പനിയൊക്കെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യണം. നിങ്ങളുടെ മകനെ ഹീറോയിന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അകറ്റണം. അവനെ ഒരു ബ്ലൈൻഡ് ഡേറ്റിന് വിടുകയും ചെയ്യണം. ഇനി ഒരിക്കലും ഹീറോയിന്റെ ജീവിതത്തിലേക്ക് അവൻ വരരുതെന്ന് പറയുന്നുണ്ട്. അവരും അതിന് ഓക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിറ്റേ ദിവസം ഹീറോയിനെ കാണാനായിട്ട് സോങ് വരുന്നുണ്ടെങ്കിലും അവൾ അവനെ ഇഗ്നോർ ചെയ്ത് പോകാൻ ഒരുങ്ങുന്നുണ്ട്. സോങ് പറയുന്നുണ്ട്, പ്ലീസ് ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക്, ഒരാഴ്ചയായിട്ട് നിന്നോടൊന്ന് സംസാരിക്കാനായി ഞാൻ നടക്കുകയാണ്. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. എന്റെ അമ്മ ചെയ്തതിനെക്കാട്ടിലും തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തത്. ഞാൻ നിന്റെ കൂടെ ആ സമയത്ത് നിന്നില്ല. ഞാൻ ചെയ്ത പ്രവൃത്തിയിൽ എനിക്ക് കുറ്റബോധമുണ്ട്. ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ആവർത്തിക്കത്തില്ല. ഈ ഒരു പ്രാവശ്യത്തേക്ക് നീ എന്നോട് ക്ഷമിക്കണം. നിനക്കറിയാമല്ലോ ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം. നിന്നെ വിവാഹം കഴിക്കാനാണ് എനിക്ക് ആഗ്രഹമെന്നൊക്കെ അവൻ പറയുമ്പോൾ ഹീറോയിൻ ആവട്ടെ അവന്റെ കൂടെ ക്ഷമിക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ കുറച്ചകലെ നിന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം സോങ്ങിന്റെ അമ്മയെ അവൻ വിളിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? ഇനിയും നിങ്ങളുടെ മകനെ ഹീറോയിന്റെ അടുത്തേക്ക് വിടാനാണ് ഉദ്ദേശമെങ്കിൽ തീർച്ചയായും അവനെ ജീവനോടെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞു തന്നെ ഹീറോ അവരെ വരട്ടുന്നുണ്ട്. ഉടനെ അവർ സോങ്ങിനെ വിളിച്ചിട്ട് ബ്ലൈൻഡ് ഡേറ്റിന് പോകണമെന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യുന്നുണ്ട്. അവൻ പോയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ കമ്പനിയും കുടുംബവും ഒക്കെ തകരുമെന്ന് അവർ പറയുന്നുണ്ട്. അവരുടെ ഈ പ്രഷർ സഹിക്ക വയ്യാതെ അവൻ അവിടെ ബ്ലൈൻഡ് ഡേറ്റിന് പോകാൻ തീരുമാനിക്കുന്നുണ്ട്. ഹീറോയിന്റെ അടുത്ത് നീ എന്നോട് ക്ഷമിക്കുക, എനിക്ക് അർജന്റ് ആയിട്ടുള്ള ഒരു വർക്കുണ്ട്, ഉടനെ തന്നെ അത് തീർത്തിട്ട് അവളെ വന്ന് മീറ്റ് ചെയ്തോളാമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ അവളുടെ ഫ്രണ്ടിന്റെ അടുത്ത് സോങ് വന്ന് അവളോട് മാപ്പ് ചോദിച്ചെന്നും അതിനുശേഷം അവരിരുവരും ഇപ്പോഴും ഒന്നിച്ചു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ലൈബ്രറിയിൽ വെച്ച് അവൾക്കൊരു വ്യത്യസ്തമായ ബുക്ക് ലഭിച്ചു എന്നും അതിൽ മിയ വംശത്തിലെ ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അവർക്ക് പ്രത്യേകതരം ഒരു ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ വംശത്തിലെ ആൾക്ക് മറ്റൊരാളുടെ സ്വപ്നത്തിലേക്ക് കടന്ന് എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് അവൾ പറയുന്നുണ്ട്. അതിനുശേഷം ഹീറോയിന്റെ കയ്യിലുള്ള പാമ്പിന്റെ ചിഹ്നവും ആ ബുക്കിൽ കണ്ടെന്നും അവൾ പറയുന്നുണ്ട്. ഇത് കേട്ട് ഫ്രണ്ടും പറയുന്നുണ്ട്, എന്റെ മുത്തച്ഛനും ഇതേപ്പറ്റി പറഞ്ഞിട്ടുണ്ടെന്നും. ഈ പാമ്പിന്റെ സിമ്പല് കയ്യിൽ വരുന്നതിന്റെ കാരണം എന്തെന്ന് വെച്ചാല് നിന്നെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചാൽ നിനക്ക് ലവ് പോയിസൺ തന്നതിന് ശേഷം നിന്റെ സ്വപ്നത്തിൽ വന്ന് ഒന്നായി ഇരിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അതുമാത്രമല്ല നിന്റെ ഡെസ്റ്റിനി അവനോടൊപ്പം ചേരുകയും പിന്നീട് അവനോടൊപ്പം തന്നെ നിന്റെ വിവാഹം നടക്കുകയും ചെയ്യുമെന്ന് ഫ്രണ്ട് പറയുന്നു. അതേപറ്റി അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് വന്നതിന് ശേഷം അവരിരുവരും ഒരു റെസ്റ്റോറന്റിലേക്ക് പോകുന്നുണ്ട്. അതേ റെസ്റ്റോറന്റിലേക്ക് തന്നെയാണ് സോങ് അവന്റെ അമ്മ ഫിക്സ് ചെയ്തിരിക്കുന്ന ബ്ലൈൻഡ് ഡേറ്റ് പങ്കാളിയായ പെൺകുട്ടിയെ കാണാനായി വരുന്നത്. അങ്ങനെ ബ്ലൈൻഡ് ഡേറ്റ് പങ്കാളിയായ പെൺകുട്ടി അവിടേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് പെൺകുട്ടി സ്ലിപ്പായി അവന്റെ ദേഹത്തേക്ക് വീഴാൻ പോകുമ്പോൾ അവൻ ആ പെൺകുട്ടിയെ പിടിക്കുന്നുണ്ട്. ഈ കാഴ്ചയെല്ലാം ഹീറോയിനും അവളുടെ ഫ്രണ്ടും കാണുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരും നല്ലപോലെ തന്നെ കംഫർട്ടബിൾ ആയി സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അവളോടൊപ്പം ഇരുന്ന് അവൻ ഡ്രിങ്ക്സ് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കാഴ്ച കണ്ട ഹീറോയിൻ ആവട്ടെ സോങ്ങിനെ വിളിച്ചിട്ട് എവിടെയാണെന്ന് തിരക്കുന്നുണ്ട്. സോങ്ങും പറയുന്നുണ്ട് കമ്പനി വിഷയവുമായി ബന്ധപ്പെട്ട് ഒരാളെ കാണാൻ വന്നിരിക്കുകയാണെന്ന്. അപ്പോൾ അവളും പറയുന്നുണ്ട്, ആ നിന്റെ മീറ്റിംഗ് ഞാൻ മേളിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. സോങ് ആവട്ടെ അവളുടെ പിന്നാലെ പോയിട്ട് ഒരു ജോലിയുടെ വിഷയമായിട്ടാണ് കണ്ടേ, അല്ലാതെ വേറെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് അവളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ സമയത്ത് ആ ബ്ലൈൻഡ് ഡേറ്റിൽ ഏർപ്പെട്ട പെൺകുട്ടി അവിടേക്ക് വരുന്നുണ്ട്. അവളാവട്ടെ ഒരു ഡോക്യുമെന്റ് കൊടുത്തിട്ട് നാളേക്ക് ഈ ഡോക്യുമെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. സോങ്ങും പറയുന്നുണ്ട് നീ സംശയിക്കുന്ന പോലെ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അവളും പറയുന്നുണ്ട് ശരി ഞാൻ നിന്നെ വിശ്വസിക്കാമെന്ന്. സോങ് ആവട്ടെ അവളെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ആ ബ്ലൈൻഡ് ഡേറ്റിലുള്ള പെൺകുട്ടി അവനെ വിളിക്കുന്നുണ്ട്. അവൻ അവളോട് പറയുന്നുണ്ട് ഇന്ന് ചെയ്ത സഹായത്തിന് വളരെയധികം നന്ദിയുണ്ടെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട് നന്ദി മാത്രം പോരാ, ഞാൻ തന്ന ആ എൻവലപ്പില് ആ ഹോട്ടലിലേക്ക് വരണമെന്ന് പറഞ്ഞ് അവനോട് ആവശ്യപ്പെടുന്നുണ്ട്. വീട്ടിലെത്തിയ ഹീറോയിനോട് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയോ എന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. ആ എല്ലാം ഓക്കെ ആയെന്ന് അവൾ പറയുമ്പോൾ അവൻ പറയുന്നുണ്ട് അങ്ങനെയല്ലല്ലോ ഞാൻ അറിഞ്ഞത് നിന്റെ ബോയ് ഫ്രണ്ട് പെൺകുട്ടിയുമായി ബ്ലൈൻഡ് ഡേറ്റിന് പോയി എന്നാണല്ലോ അറിയാൻ സാധിച്ചതെന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല കാര്യങ്ങളെന്ന് ഹീറോയിൻ അവനോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നീ കരുതുന്ന പോലൊന്നുമല്ല, കമ്പനിയുടെ കാര്യങ്ങൾ സംസാരിക്കാനാ പോയെന്ന് പറയുമ്പോൾ ഹീറോ ആവട്ടെ വീണ്ടും അവളുടെ ഹൃദയത്തില് സംശയത്തിന്റെ ഇഴലുകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നീ പറയുന്ന പോലൊന്നുമല്ല കാര്യങ്ങൾ, എനിക്ക് അവനെ നല്ല സംശയമുണ്ട്, അവൻ വീണ്ടും ആ പെൺകുട്ടിയെ കാണാൻ പോയിരിക്കാമെന്നൊക്കെ അവളോട് പറയുന്നുണ്ട്. സോങ് ആവട്ടെ ഈ സമയം കൊണ്ട് തന്നെ ആ പെൺകുട്ടി പറഞ്ഞിരുന്ന ഹോട്ടലിലേക്ക് എത്തിയിരുന്നു. എന്നാൽ ഹീറോയിനെ കുറിച്ച് ഓർത്ത് അവന് കുറ്റബോധം തോന്നുന്നത് കൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങുന്നുണ്ട്. എന്നാൽ ആ പെൺകുട്ടിയാവട്ടെ അവിടേക്ക് വന്ന് അവനെ വിടാൻ വിസമ്മതിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവനെ സെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ പതിയെ പതിയെ അവളിൽ അവൻ അട്രാക്റ്റ് ആവുകയും അവളെയും കൊണ്ട് അവൻ മുറിയിലേക്ക് പോവുകയും ചെയ്യുന്നു. പിന്നീട് ഹീറോയിനെ കാണിക്കുന്നുണ്ട്. അവൾ ഉറങ്ങുന്ന സമയത്ത് ഹീറോ വീണ്ടും അവളുടെ സ്വപ്നത്തിലേക്ക് വരുന്നുണ്ട്. ഹീറോയുടെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ നിന്നെ ഒന്നും ചെയ്യാനല്ല,
വന്നത് നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബോയ് ഫ്രണ്ട് ആവട്ടെ നിന്നെ ചതിക്കുകയാണെന്നും അവനൊരു പെൺകുട്ടിയോടൊപ്പം ഒരു ഹോട്ടൽ മുറിയിലാണ് ഉള്ളതെന്നും പറഞ്ഞ് ആ കുട്ടിയുടെ നമ്പരും അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഹീറോയിൻ അതൊന്നും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം അവളെ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നുണ്ട്. ഹീറോ അവളുടെ മുറിയുടെ വെളിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഇത് എവിടെ പോവുകയാ, എല്ലാം ഓക്കെ അല്ലേ എന്ന് അവളോട് അവൻ ചോദിക്കുന്നുണ്ട്. എന്റെ ബോയ് ഫ്രണ്ടിനെ കാണാൻ പോവുകയാണെന്നും തന്നോടൊപ്പം ഒന്ന് വരാമോ എന്ന് ചോദിക്കുമ്പോൾ അവൻ സമ്മതിക്കുന്നുമുണ്ട്. അങ്ങനെ അവനെയും കൂട്ടിക്കൊണ്ട് അവൾ ആ ഹോട്ടലിലേക്ക് പോകുന്നു. തന്റെ ബോയ് ഫ്രണ്ട് ഒരിക്കലും അവിടെ കാണില്ല എന്ന് കരുതിക്കൊണ്ടാണ് അവൾ അവിടേക്ക് വരുന്നതെങ്കിലും മുറിയുടെ വാതിൽ തുറക്കുന്നത് തന്നെ അവളുടെ ബോയ് ഫ്രണ്ടാണ്. ആരാ ഈ സമയത്ത് ഡിസ്റ്റർബ് ചെയ്യുന്നതെന്ന് ചോദിച്ച് ആ പെൺകുട്ടിയും പിന്നാലെ ഇറങ്ങി വരുന്നുണ്ട്. അവർ രണ്ടുപേരെയും കൂടി ഒരുമിച്ച് കണ്ടപ്പോൾ തന്നെ അവൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഈ മനസ്സിൽ വിചാരിക്കുന്ന പോലെയൊന്നും ഇല്ല എന്ന് സോങ് പറയുന്നുണ്ടെങ്കിലും ഇനിയും എന്റെ മുഖത്ത് നോക്കി കള്ളം പറയുന്നു എന്ന് ചോദിച്ച് അവൾ അവന്റെ കരണത്തൊരടി കൊടുക്കുന്നു. ഇനി നീയും ഞാനുമായി യാതൊരു ബന്ധവുമില്ല. 3 വർഷം നിന്നോടൊപ്പം ചെലവ് ചെയ്ത സമയങ്ങളെല്ലാം ഒരു ദുസ്വപ്നമാണെന്ന് കരുതി ഞാൻ മറന്നുകൊള്ളാം. അതിനുശേഷം ബ്രേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് അവന്റെ അടുത്ത് നിന്ന് അവള് പോകുന്നുണ്ട്. ഹീറോ സോങ്ങിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഇതിനപ്പുറം അവളുടെ പിന്നാലെ നീ നടക്കാൻ പാടില്ല. ഇനി അവൾ എനിക്ക് മാത്രം സ്വന്തമാണെന്ന്. ഇത് കേട്ട സോങ്ങിന് നല്ലപോലെ തന്നെ ദേഷ്യം വരുന്നുണ്ട്. അതിനുശേഷം ഹീറോ അവനോട് പറയുന്നുണ്ട്, നിനക്ക് നിന്റെ ഫാമിലിക്ക് ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളും അതുപോലെ തന്നെ അന്ന് നീ കണ്ട പൈതണെ ഞാൻ തന്നെ അയച്ചെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നിനക്ക് മനസ്സിലായി കാണുമല്ലോ എന്റെ കൂടെ എതിർക്കാൻ സാധിക്കില്ല എന്ന്. ഇത് കേട്ട ദേഷ്യം വന്ന സോങ് ആവട്ടെ അവന്റെ കോളറിൽ പിടിക്കുന്നുണ്ട്. ഹീറോയുടെ കോളറിൽ കുത്തിപ്പിടിച്ചേക്കുന്ന കണ്ടിട്ട് ഹീറോയിൻ ആവട്ടെ അവിടെ വന്ന് വീണ്ടും അവനോട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. സോങ് അവളോട് പറയുന്നുണ്ട്, എന്റെ കമ്പനിയും അതുപോലെ തന്നെ ഫാമിലിയും ഒക്കെ ഭയങ്കര പ്രശ്നത്തിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്തേ കഴിയുള്ളൂ. പക്ഷേ കല്യാണത്തിന് ശേഷം പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനടി തന്നെ അവൾക്ക് ഡിവോഴ്സ് കൊടുത്തിട്ട് ഞാൻ നിന്റെ അടുത്തേക്ക് തന്നെ വരുമെന്ന് അവൻ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഹീറോയിനാവട്ടെ അവനോടുള്ള വെറുപ്പ് കൂടുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഹീറോയിനാവട്ടെ വല്ലാതെ ഫീൽ ചെയ്ത് തന്നെ അവനോട് പറയുന്നുണ്ട്, നിന്നെ പോലെ ഒരുത്തനെ ഇപ്പോഴെങ്കിലും വേണ്ട എന്ന് വെക്കാൻ തോന്നിയത് നന്നായി. നീയൊന്നും ഒരു മനുഷ്യനേ അല്ല. നീ ഒരിക്കലും തന്റെ കൺമുന്നിലേക്ക് വരരുതെന്ന് പറഞ്ഞ് ഹീറോയിൻ കൂട്ടിക്കൊണ്ട് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. വീട്ടിൽ വന്ന് ഹീറോയിൻ ആവട്ടെ ബ്രേക്കപ്പായ കാര്യങ്ങളൊക്കെ ഓർത്ത് വല്ലാതെ കരയുന്നുണ്ട്. ഹീറോ ആവട്ടെ അവളെ ആശ്വസിപ്പിക്കാനായി അവളുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നീ ഒരു ചീറ്റർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഇരുന്ന് കരയുന്നത്. നീ അവന് വേണ്ടി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ ജീവിതത്തിൽ ഇനിയെല്ലാം നല്ലതേ നടക്കൂ എന്ന് പറഞ്ഞ് അവളെ അവൻ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ഹീറോയിനും കുറച്ച് ബെറ്ററായി തോന്നുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ സമാധാനത്തോടെ ഉറങ്ങുന്നുണ്ട്. ഈ സമയത്ത് സോങ് ആവട്ടെ ഹീറോ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചുകൊണ്ട് തന്നെ അവനെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങുന്നു. ആ സമയത്ത് ഒരു ബുക്ക് അവന്റെ കയ്യിൽ കിട്ടുന്നുണ്ട്. ഹീറോ ഒരു സാധാരണക്കാരനല്ലെന്നും അവൻ ഒരുപാട് ബ്ലാക്ക് മാജിക്കിനെ കുറിച്ചൊക്കെ അറിയാമെന്നും അതുമാത്രമല്ല അയാളുടെ മൈൻഡ് വരെ അവന് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്ന് ഈ സോങ്ങിന് മനസ്സിലാവുന്നുണ്ട്. ഹീറോയെ ട്രാപ്പ് ചെയ്യാനായി സോങ് ആവട്ടെ പല പദ്ധതികളും മനസ്സിൽ കണക്കുകൂട്ടുന്നുണ്ട്. രാത്രിയിലാവട്ടെ ഹീറോയിൻ സ്വപ്നത്തിൽ വീണ്ടും ഹീറോ അവളുടെ അടുത്തേക്ക് വരുന്നത് കാണുന്നത് കൊണ്ട് തന്നെ അവൾ രാവിലെ വളരെ അപ്സെറ്റ് ആയിട്ടാണ് സ്റ്റെയർ ഇറങ്ങി വരുന്നത്. ഈ സമയത്ത് അവൾ ഹീറോയെ ഇടിക്കുന്നുമുണ്ട് അബദ്ധവശാൽ. എന്റെ സ്വപ്നത്തിൽ വരുന്ന യുവാവിന്റെ അതേ ഫെമിലിയർ ആയിട്ടുള്ള സ്മെല്ല് അവനിലും അവൾക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് അവൾ ആവട്ടെ അവന്റെ അടുത്തേക്ക് ചെന്ന് അവനെ സ്മെല്ല് ചെയ്ത് നോക്കുന്നു. ഹീറോ ആവട്ടെ അവളെ ഭിത്തിയോട് ചേർത്ത് നിർത്തിയിട്ട് നീ എന്തായി ചെയ്യുന്നേ, സ്മെൽ ചെയ്യുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ സ്മെല്ല് ചെയ്യുന്നു പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്ന് കൊടുക്കുന്നുണ്ട്. അവനാവട്ടെ ഇതൊക്കെ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ ചിരിക്കുന്നത് കണ്ടിട്ട് ഹീറോയിൻ ആവട്ടെ നീ എന്താ എന്നെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, നീ എന്തൊക്കെയാ ഈ പറയുന്നത്, നീയല്ലേ എന്നെ സ്മെല്ല് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ നീ അങ്ങനെ ചെയ്യുന്നത് കണ്ടോണ്ടല്ലേ അതിന് സമ്മതിച്ചേ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ചില പെൺകുട്ടികൾ അവരുടെ ഭർത്താവ് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നിട്ട് വന്നു കഴിയുമ്പോൾ ഉടനടി അവരുടെ മേലെ മറ്റു പെൺകുട്ടികളുടെ പെർഫ്യൂമോ വല്ലതും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കും. അങ്ങനെ നീ ഇപ്പോൾ ചെയ്യുന്നേന്ന് അവൻ പറയുമ്പോൾ അവള് പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, നീ എന്റെ സഹോദരനാണ്, ഞാൻ നിന്റെ ചേച്ചിയാണ്, അത് എപ്പോഴും ഓർമ്മ വേണമെന്ന് അവൾ പറയുന്നുണ്ട്. ഹീറോ ആവട്ടെ അവളെ പിന്നാലെ നിന്ന് ഹഗ് ചെയ്തിട്ട് നമ്മൾ രണ്ടുപേരും ബ്ലഡ് റിലേഷനിലുള്ളവരല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലായാലും അതിന് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് അവളോട് പറയുന്നുണ്ട്. അവന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞതിന് ശേഷം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ ലവ് സ്പെല്ല് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഹീറോയിൻ ആവട്ടെ അവന്റെ കൺട്രോളിൽ വരുന്നു. ഹീറോയിനെ അവൻ സോഫയിലേക്ക് കിടത്തിയതിനു ശേഷം കിസ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഹീറോയിന്റെ അച്ഛനും അതുപോലെ അവന്റെ അമ്മയായി അഭിനയിക്കുന്ന സ്ത്രീയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ കാഴ്ച കണ്ട് അയാള് വല്ലാതെ വിഷമത്തിലും ദേഷ്യത്തിലും ആവുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും സഹോദരന്മാരാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഹീറോ അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും ബ്ലഡ് റിലേഷനിലുള്ളവരല്ല, എനിക്ക് ഹീറോയിനെ ഇഷ്ടമാണെന്ന് തന്നെ അവൻ പറയുമ്പോൾ ഹീറോയിന്റെ അച്ഛൻ ദേഷ്യത്തോടെ തന്നെ അവളോട് ചോദിക്കുന്നുണ്ട്, നിനക്കും അവനെ ഇഷ്ടമാണോ എന്ന്. അപ്പോൾ അവളും അതേ എന്ന് പറയുന്നു. ഇത് കേട്ട് അയാൾ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. നല്ല കാര്യമായി പോയി, ഇതുവരെ മാരേജ് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റാത്തത്, നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞ് അവളുടെ അച്ഛൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ അവളുടെ അച്ഛനെ ഹേർട്ട് ചെയ്തു എന്ന് ഓർത്ത് വല്ലാതെ വിഷമിച്ച് സോഫയിലേക്ക് ഇരിക്കുന്നുണ്ട്. ഹീറോ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നെ ഇഷ്ടമാണോ, നീ എന്നെ ലവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയിനാവട്ടെ ഇതെല്ലാം വിഷമിച്ച് അവളുടെ ഫ്രണ്ടിന്റെ കൂടെ പറഞ്ഞിട്ട് ഒരുപാട് കുടിക്കുന്നുണ്ട്. ഓവറായിട്ട് കുടിക്കുന്നത് കൊണ്ട് തന്നെ അവൾ ഒമിറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ആവട്ടെ സഹായത്തിനായി ആരെങ്കിലും നോക്കാൻ പോകുന്ന സമയത്ത് തന്നെ സോങ് വന്ന് അവളെ കിഡ്നാപ്പ് ചെയ്ത് അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്.
ഫ്രണ്ട് വന്ന് നോക്കുമ്പോൾ അവൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫ്രണ്ട് ഉടനടി ഹീറോയെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. സോങ് ആവട്ടെ ഈ സമയത്ത് ഹീറോയിന്റെ കണ്ണിലെ കെട്ടഴിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അവള് പറയുന്നുണ്ട്, നിന്നെ ഞാൻ അന്ന് തന്നെ ബ്രേക്കപ്പ് ചെയ്തതല്ലേ, അതിനു വേണ്ടിയിട്ടാണോ നീ എന്നെ ഇവിടെ പിടിച്ചു കെട്ടി കൊണ്ടുവന്നിരിക്കുന്നത്? എന്നെ പോലെ ഒരു വൃത്തികെട്ടവനെ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. എന്നിട്ട് സോങ് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, നീ പറയുന്ന പോലെയൊന്നുമല്ല, നമുക്ക് തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് മാറ്റാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് അവൻ പറയുന്നു. എന്നാൽ ഹീറോയിൻ അവൻ പറയുന്നതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. നീ ഒരു ചതയം തന്നെയാണ്, ഇതിലൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടയാണെന്ന് അവൾ പറയുന്നുണ്ട്. പോലെ ഒരുത്തനോടൊപ്പം ഒരിക്കലും ഞാൻ ജീവിക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ സോങ് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഓ നിന്റെ മനസ്സിപ്പോൾ നിന്റെ സഹോദരനോടൊപ്പം ആയിരിക്കും, എന്റെ കൂടെ ജീവിക്കാനല്ലേടി നീ പോന്നീന്ന് ചോദിച്ച് അവളോട് മോശമായി അവൻ പെരുമാറാനൊരുങ്ങുന്നു. ഈ വീഡിയോ എടുത്തിട്ട് ഹീറോയ്ക്ക് അയച്ചു കൊടുക്കുന്നുമുണ്ട്. ഇപ്പോൾ നീ നോക്കിക്കോ, അവൻ ആരാണെന്നുള്ള സത്യം നിനക്ക് ഉടനടി മനസ്സിലാവുമെന്ന് സോങ് പറയുന്നുണ്ട്. അവനൊരു നോർമൽ ആയിട്ടുള്ള മനുഷ്യനല്ല എന്ന് ഇതിനോടകം തന്നെ അവന് മനസ്സിലായല്ലോ. ഈ സമയത്ത് കറക്റ്റ് ആയിട്ട് ഹീറോ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ സോങ് പറയുന്നുണ്ട്, നിനക്ക് വേണ്ടിയിട്ട് തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, നീ ഇങ്ങോട്ട് വാ, എന്റെ ശരിക്കുള്ള രൂപത്തിലേക്ക് വാ, അല്ലാന്നുണ്ടെങ്കിൽ ഇവളുടെ മുഖം ഇപ്പോൾ തന്നെ കരിച്ചു കളയുമെന്ന് അവൻ പറയുന്നുണ്ട്. എടുത്തുകൊണ്ട് അവനെ വിരട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഹീറോയുടെ ചുറ്റും തീ പടരുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ ശരിക്കുമുള്ള രൂപത്തിലേക്ക് വരുമെന്ന് കരുതിക്കൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്. എന്നാൽ ഹീറോ ശരിക്കുമുള്ള രൂപത്തിലേക്ക് വന്നില്ല. ഹീറോ അവന്റെ ആയുധമായ ഫ്ലൂട്ട് എടുത്ത് ഈ സമയത്ത് വായിക്കാൻ ഒരുങ്ങുന്നുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് നിറയെ പാമ്പുകളും അതുപോലെ ഹീറോയുടെ പെറ്റായ പൈതണും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇത് കണ്ട് അവിടെയുള്ള പകുതി പേരും ഭയന്നോടുന്നുണ്ട്. സോങ്ങിനെ ആവട്ടെ പൈതൺ കൊല്ലുന്നുമുണ്ട്. സോങ് ആ സ്പോട്ടിൽ തന്നെ മരിച്ചു പോകുന്നുണ്ട്. എല്ലാം കണ്ട് ഹീറോയിൻ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. അങ്ങനെ ഹീറോ ആവട്ടെ അവളുടെ അടുത്തേക്ക് വരുമ്പോൾ അവന്റെ കഴുത്തിലെ ബട്ടർഫ്ലൈ സിംബല് ഹീറോയിൻ കാണുന്നുണ്ട്. ആ സിംബല് കണ്ടപ്പോൾ അവൾക്ക് അവളുടെ സ്വപ്നത്തിൽ വരുന്നതും സോങ്ങും അവൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് വന്നതും അതുപോലെ തന്നെ അവളുടെ സ്വപ്നത്തിൽ വന്ന് അവളോട് ഇന്റിമേറ്റ് ആവാൻ ശ്രമിക്കുന്നതും അവനാണെന്നുള്ള സത്യം അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത്? ഞാൻ എത്ര സ്നേഹത്തോടെയും കരുതലോടുമാണ് നിന്നോട് പെരുമാറിയത്. എന്തിനാ എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്തത്? ഞാൻ നിന്നെ വിശ്വസിച്ചിടത്തോളം നീ എന്നെ ചതിച്ചല്ലോ എന്നൊക്കെ ചോദിച്ച് ഹീറോയിൻ കരയുന്നുണ്ട്. അവളെ ഹീറോയെ വെറുക്കാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് അവളെ കൺവിൻസ് ചെയ്യിക്കാൻ ഹീറോ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും കേൾക്കാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവള് വിഷമത്തോടെ തന്നെ ഹീറോയെ കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. അവൻ എത്ര നല്ല പയ്യനായിട്ടാണ് എന്റെ മനസ്സിൽ ഇടം നേടിയത്, എന്നിട്ട് അവസാനം അവൻ എന്നെ ഇങ്ങനെ ചതിച്ചല്ലോ എന്നോ ഓർത്ത് അവൾ ഒരുപാട് കരയുന്നുണ്ട്. ഹീറോയിൻ അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു പെൺകുട്ടി അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. മിയാങ് വംശത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണെന്നും ജിയാങ്ങിന്റെ അതായത് ഹീറോയുടെ ഫിയാൻസി ആണെന്നും പറഞ്ഞ് അവൾക്കൊരു വെഡിങ് ഇൻവിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. ഈ ടൈമിൽ ഹീറോയെ കാണിക്കുന്നുണ്ട്. അവന്റെ ബോഡി ഗാർഡ്സ് ആയിട്ടുള്ളവർ അവനോട് പറയുന്നുണ്ട്, മാസ്റ്റർ നിങ്ങളുടെ വിവാഹം സമയമായിരിക്കുകയാണ്, നിങ്ങളുടെ ഫിയാൻസി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നമ്മൾക്ക് തിരികെ നമ്മുടെ നാട്ടിലേക്ക് തന്നെ പോകാമെന്ന് പറയുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, ഈ വിവാഹം നടക്കാൻ പോകുന്നില്ല, എനിക്ക് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ഹീറോയിനെ ഓർത്തതിന് ശേഷം എന്തെങ്കിലും കാരണത്താൽ ഈ വിവാഹം നിർത്തിവെക്കാൻ ഹീറോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഹീറോയിൻ അവനെ വിളിക്കുന്നുണ്ട്. അവളാവട്ടെ അവന് കല്യാണം ആവാൻ പോവുകയാണോ എന്ന് ചോദിച്ച് അവന് കണ്ണ പൊട്ട ചീത്ത പറയുന്നുണ്ട്. അതിനുശേഷം അവള് പറയുന്നുണ്ട്, ആദ്യം നീ എന്റെ ബോഡി യൂസ് ചെയ്തു, അതിനൊരു സോറി പോലും പറയാതെ നീ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയാണോ എന്ന് ചോദിച്ച് അവള് കണ്ണുപൊട്ട ചീത്ത പറഞ്ഞിട്ട് തന്നെ ഫോൺ വെക്കുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ ഈ സമയത്ത് വല്ലാതെ നെഞ്ചുവേദന അനുഭവപ്പെട്ട് അവൾ താഴേക്ക് ഇരിക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ ഈ സമയത്ത് അവൾ പറഞ്ഞതൊക്കെ ഓർത്ത് വല്ലാതെ വിഷമിച്ച് അവന് തന്നെ ശിക്ഷ വിധിക്കുന്നുണ്ട്. ഹീറോയുടെ അസിസ്റ്റന്റ് ആവട്ടെ അവന്റെ പ്രവൃത്തിയിൽ വല്ലാതെ വിഷമം തോന്നിയിട്ട് അവനെ തടയുന്നുണ്ട്. ഹീറോയിന്റെ കണ്ടീഷൻ ആവട്ടെ കരഞ്ഞു വളരെ മോശമായി കൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ ഫ്രണ്ട് അവളെ സമാധാനപ്പെടുത്താൻ നോക്കുന്നുണ്ടായിരുന്നു. നടന്ന കാര്യമെല്ലാം അവൾ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്. അവൻ എത്രത്തോളം മോശമായിട്ടാണ് എൻ്റെ കൂടെ പെരുമാറിയത്, എന്നെ എത്രത്തോളം ഹഡ് ചെയ്തു, എന്നിട്ട് ഞാൻ അവനെ വെറുക്കാതെ ഇപ്പോഴും മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഹീറോയെ കുറിച്ച് ഫീൽ ചെയ്ത് അവൾ പറയുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ അവന്റെ മേൽ പ്രണയത്തിലായതായിരിക്കുമോ, അതോ അവൻ എൻ്റെ മേൽ സ്പെൽ യൂസ് ചെയ്ത് പ്രണയത്തിലാക്കിയതായിരിക്കുമോ എന്നൊക്കെ അവൾ ഫ്രണ്ടിന്റെ കൂടെ ചോദിക്കുമ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, മിയാ വംശത്തിലുള്ളവർക്ക് ഒരാളുടെ സ്വപ്നത്തിലേക്ക് പോയി അയാളോട് ഒന്നായിരിക്കാൻ സാധിക്കും, പക്ഷെ അവരുടെ മേൽ ഫീലിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതല്ല എന്ന് ഫ്രണ്ട് പറയുന്നുണ്ട്. നിനക്ക് അവന്റെ മേലിലുള്ളത് യഥാർത്ഥ ഫീലിങ്സ് തന്നെയാണ്, പഴയ കാര്യങ്ങളൊക്കെ മറന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നായിക്കൂടെ എന്ന് അവളുടെ ഫ്രണ്ട് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, അവന് ഓൾറെഡി ഒരു ഫിയാൻസി ഉണ്ട്, അവരുടെ വിവാഹവും നടക്കാൻ പോവുകയാണ്, എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവള് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോയുടെ അസിസ്റ്റന്റ് അവിടേക്ക് വരുന്നുണ്ട്. നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അസിസ്റ്റന്റ് അവളോട് പറയുന്നുണ്ട്, എന്റെ മാസ്റ്റർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അവൾക്ക് വേണ്ടിയിട്ടാണ് മാസ്റ്റർ നാടും സമ്പത്തും ഫാമിലിയും ഒക്കെ ഉപേക്ഷിച്ച് ഇവിടേക്ക് വന്നേ എന്ന് അയാൾ പറയുന്നുണ്ട്. അങ്ങനെ അവൻ അവളോടുള്ള സ്നേഹം എത്രമാത്രമാണെന്ന് അസിസ്റ്റന്റ് പറയുന്നുണ്ട്. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഹീറോ അവളുമായി പ്രണയത്തിലായിരുന്നു എന്ന്. ഈ സമയത്ത് അസിസ്റ്റന്റ് ആവട്ടെ ഹീറോ കൊടുത്തിരുന്ന ആ മണിയുടെ ചെയിൻ കാണുന്നുണ്ട്. ഇതിനെ പറ്റി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ ചെറിയ പ്രായത്തിൽ രക്ഷിച്ച ആ കുട്ടി ഹീറോ ആയിരുന്നുവെന്നും ഹീറോ ആണ് നിങ്ങൾക്ക് യുടെ ചെയിൻ തന്നേ എന്നും പറയുന്നുണ്ട്. എനിക്കറിയാം എന്റെ മാസ്റ്റർ ലവ് ചെയ്ത വിധം ശരിയല്ല എന്ന്, പക്ഷേ അവന്റെ സ്നേഹം സത്യമാണെന്ന് അയാൾ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട ഹീറോയിന് അവൻ അവളെ സത്യസന്ധമായി സ്നേഹിക്കുകയാണെന്ന് മനസ്സിലാവുന്നുണ്ട്.
ഹീറോയിൻ ആവട്ടെ അവനെ കാണണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അസിസ്റ്റന്റ് പറയുന്നുണ്ട് ഒരുപാട് ലേറ്റ് ആയി പോയി, ഹീറോ നാട്ടിലേക്ക് പോയിരിക്കുകയാണെന്നും അവന് വിവാഹം നടക്കാൻ പോവുകയാണെന്നും പറയുന്നു. ഹീറോയിൻ ആവട്ടെ അവനെ അന്വേഷിച്ച് അവന്റെ നാട്ടിലേക്ക് പോകുന്നുണ്ട്. അവന്റെ മുത്തശ്ശനാവട്ടെ ചെറിയൊരു പാർട്ടിയൊക്കെ ആ നാട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും സന്തോഷമായി ഇരിക്കുകയായിരുന്നു. പാർട്ടി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഹീറോയുടെ വിവാഹമാണെന്ന് മുത്തശ്ശൻ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇത് കേട്ട ഹീറോ ഷോക്ക് ആവുന്നുണ്ട്. റിച്വൽസ് എന്നും പറഞ്ഞാണ് ഹീറോയെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. എന്നാൽ മുത്തശ്ശനാവട്ടെ വിവാഹം നടത്താൻ നോക്കുകയാണ് ഇപ്പോൾ. ഇവരെ മനസ്സിലാക്കി ഹീറോ ഭയങ്കരമായി ദേഷ്യപ്പെടുന്നു. കറക്റ്റായിട്ട് ഈ സമയത്ത് ഹീറോയിനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവളെ കണ്ടുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഹീറോ പോകാൻ തുടങ്ങിയെങ്കിലും മുത്തശ്ശൻ അവനെ തടഞ്ഞിട്ട് ഈ പെൺകുട്ടി നിനക്ക് തീർത്തും യോജിയല്ലെന്നും ഞാൻ പറഞ്ഞ പെൺകുട്ടിയെ മര്യാദയ്ക്ക് വിവാഹം ചെയ്യാനും മുത്തശ്ശൻ ആവശ്യപ്പെടുന്നു. മുത്തശ്ശന്റെ ആജ്ഞ ധിക്കരിക്കാൻ വയ്യാത്ത ഹീറോ ആവട്ടെ അവളെ ഹർട്ട് ചെയ്താൽ അവൾ അവളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ മറന്നോളൂ എന്ന് കരുതുന്നുണ്ട്. അങ്ങനെ അവൻ പിന്നിലേക്ക് നടക്കുന്നുണ്ടെങ്കിലും ഈ സമയത്ത് ഹീറോയിൻ ആവട്ടെ അവനെ ഒരുപാട് ഇഷ്ടമാണെന്ന് വിളിച്ചു പറയുന്നുണ്ട്. അതിനുശേഷം ഹീറോ ആവട്ടെ അവളുമായിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ ആലോചിച്ച് നോക്കുന്നുണ്ട്. അവളോട് തന്നെ ഇഷ്ടമാണോ എന്ന് പലതവണ ചോദിച്ചിട്ടും അവളിൽ നിന്ന് ഒരിക്കലും പോസിറ്റീവായിട്ടുള്ള മറുപടി അവന് ലഭിച്ചിരുന്നില്ല. എന്നാൽ ഹീറോയിൻ ഇപ്പോൾ അവനെ ഇഷ്ടമാണെന്ന് പറയുന്നത് കേട്ടിട്ട് അവളുടെ അടുത്തേക്ക് പോകാൻ അവൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ മുത്തശ്ശൻ വീണ്ടും അവനെ തടയുന്നുണ്ടെങ്കിലും ഹീറോ അവളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുത്തശ്ശനാവട്ടെ ഹീറോയിനെ കൊല്ലാനായി അയാളുടെ ശക്തി ഉപയോഗിക്കാൻ തുടങ്ങുന്നു. എന്നാൽ ഹീറോ ആവട്ടെ അവന്റെ പവർ ഉപയോഗിച്ച് മുത്തശ്ശനെ തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഹീറോയിനൊന്നും സംഭവിച്ചൂടാ എന്ന് കരുതിക്കൊണ്ട് തന്നെ. അതിനുശേഷം അവരിരുവരും കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങിൽ തന്നെ നമ്മുടെ ഡ്രാമ അവസാനിച്ചിരിക്കുകയാണ്. എന്നോടൊരു കുട്ടി വീഡിയോയിൽ പേര് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹായ് സഫ, സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡ്രാമ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഈ ഡ്രാമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും കമന്റ് ചെയ്യണേ. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഡ്രാമയല്ലായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പുതിയൊരു ഡ്രാമയുമായി ഉടനടി തന്നെ കാണാം.